ഒന്ന്, രണ്ടു വശവും കേട്ടിട്ട് അത് പരിശോധിച്ച് നീതിപൂർവവും നിഷ്പക്ഷവുമായ വിലയിരുത്തൽ, വിധി തീർപ്പ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് അവരോട് പണം വാങ്ങി, ഫീസ് വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന വാചക കസർത്ത്. ഇത് രണ്ടും ഞങ്ങൾ വക്കീലന്മാർ ചെയ്യുന്നു. ഇക്കാര്യത്തില് മാധ്യമപുങ്കവനായ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ളതാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായിട്ട് 10-12 പേരുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും UDF-കാരാണ്. പക്ഷേ ഈ സമരത്തിന്, ഈ ജയശങ്കർ വലിയ വാഴ്ത്തിപ്പാടുന്ന സമരത്തിന് വന്നത് എത്ര പേരാണെന്നറിയാവോ? കേവലം 30 പേര്. 2 തെറ്റിദ്ധരിക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികൾ. ഒരാളും ആ സമരത്തിലേക്ക് വന്നില്ല. അതാണ് ജയശങ്കറിനെ പോലെ ഒരാൾ ഇത്ര കൊട്ടിഘോഷിക്കുന്നത്. കാരണം ആ റോഡ് നന്നാക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം.